KL വണ്ടി യൂഷ്വലി കേരളത്തിലില്ല കൊടുക്കാൻ. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ, കുറച്ച് പൈസയും തരികയാണെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും ഇതിലെ? ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ വിരുന്നായിരിക്കും. കാരണം നമ്മളിന്ന് കുറച്ച് അൾട്രാ ലക്ഷറി കാർസ് നിങ്ങളെ കാണിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. റോൾസ് റോയ്സും മിനി കൂപ്പേഴ്സും മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ തന്നെ ദ മോസ്റ്റ് പവർഫുൾ മസിൽ കാർസായ നമ്മുടെ ഫോർഡ് മെസ്റ്റാങ്ങും, അതുപോലെ നമ്മുടെ മെഴ്സിഡീസ് SLCയും, പിന്നെ ബാക്കി കിടക്കുന്ന കണ്ടില്ലേ നമ്മുടെ മെഴ്സിഡീസ് G63 AMGയും, അതുപോലെ നമ്മുടെ ബെൻലി ഫ്ലൈയിങ് സ്പെറും ഒക്കെ അടങ്ങുന്ന ഒരു കിടിലൻ കളക്ഷൻ കാണിക്കാനായിട്ട് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നിർമ്മൽ ബ്രോയോട് ഇവിടുത്തെ കാര്യങ്ങൾ, വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹായ് ബ്രോ, നമുക്ക് വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടണം, ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് കാണിക്കണം. കാരണം ഹെർമൻ മോട്ടോഴ്സിന്റെ പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ ഷോറൂമാണ് ഇതല്ലേ? ഏറ്റവും പുതിയ ഷോറൂമാണ്. ഇതിന്റെ ഇനോഗ്രേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ആയി വരുന്നേ. അതിനു മുന്നേ നമുക്ക് വണ്ടിയുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിക്കാം. നിലവിലുള്ള കളക്ഷൻസ്, അതായത് ഇതിലും കുറച്ചുകൂടെ എക്സോട്ടിക്സ് ഒക്കെ ഇനി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉള്ള കളക്ഷൻസ് നമുക്കൊന്ന് കാണാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ബെൻലിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഷോറൂമിൽ വരുന്ന ആളുകൾ ഏറ്റവും ആദ്യം നോക്കുന്നത് ഇതും നമ്മുടെ ഗോസ്റ്റും ഒക്കെ. ഇത് ഫ്ലൈയിങ് സ്പെർ ആണ് കിടക്കുന്നത്. W12 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അതായത് ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് സെഡാനാണ് ഈ പറഞ്ഞ ഫ്ലൈയിങ് സ്പെർ എന്ന് പറയുന്നത് ബെൻറ്റ്ലിയിൽ. യൂഷ്വലി ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും എനിക്കിച്ചിരി പുള്ളിങ് വളരെയധികം കൂടുതലുള്ള വണ്ടിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ബുഗാട്ടിയാണ് ഇപ്പോൾ W16 എൻജിനുള്ള മറ്റൊരു വണ്ടി എന്ന് പറയുന്നത്. W12 ആണ്. അത് വേറൊരു റേഞ്ച്, അത് സ്പോർട്സ് സെഗ്മെന്റ് ആണ്. അത് സെഡാൻ എന്നുള്ള ലെവലിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഡാൻ ആണ് ഈ വണ്ടി. അതും ഇന്ത്യയിലെ ലക്ഷറിക്കൊന്നും ഒരു കുറവുണ്ടാവില്ല. റോൾസ് റോയ്സിനോട് അതിനെക്കാട്ടിൽ ഒരു പക്ഷേ പറയാൻ തോന്നുന്നു. അതെ, എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ തോന്നിയിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ലെതേഴ്സ് ഒരു കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നാപ്പ ലെതേഴ്സ് എന്ന് തന്നെ പറയാം. അത് കുറച്ചുകൂടെ കംപ്ലീറ്റ്ലി നമുക്ക് കാണാൻ പറ്റും. ഉള്ളിൽ കംപ്ലീറ്റ്ലി ഈ ഒരു ബ്രൗണിഷ് കളറിലാണ് ഇതിൻ്റെ ലെതേഴ്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് പോവാം. ഇത് ഇപ്പോൾ 49 കിലോമീറ്റർ ആണ്. 49 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 2014. ഇത് 1.5 ആണ് ഇതിന് വരുന്ന വില. അതെ, 1.5. ഇത്തരം വണ്ടികൾക്കൊക്കെ റെയർ കാർസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കാണിക്കുമ്പോൾ നമുക്ക് റോൾസ് റോയ്സ് ഒന്ന് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ? റോൾസ് റോയ്സിലോട്ട് നമുക്ക് അടുത്ത് പോകാം. അടുത്തത് റോൾസ് റോയ്സ് ഗോസ്റ്റ് ആണ്. അതായത് ലക്ഷറിയുടെ അങ്ങേയറ്റം എന്നൊക്കെ വിളിക്കാവുന്ന റോൾസ് റോയ്സിന്റെ ഗോസ്റ്റ്. അതെ, ഗോസ്റ്റ് സീരീസ് 1 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിപ്പോൾ സെക്കൻഡ് ഓണറാണ് ഇപ്പോൾ കറന്റ്ലി കിടക്കുന്നത്. യൂഷ്വലി എല്ലാവരും പറയുമെങ്കിലും ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, ലക്ഷറിയുടെ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് പൊതുവേ പറയുന്നത് റോൾസ് റോയ്സ് ആണ്. ബിക്കോസ് അത്രയും രണ്ടുപേര് നിന്ന് വർക്ക് ചെയ്തെടുക്കുന്ന വണ്ടിയാണ്. 6 മാസം എടുക്കും ഒരു വണ്ടി പ്രിപ്പയർ ചെയ്ത് വരാൻ തന്നെ. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കുട്ടിയെ പരിപാലിക്കുന്ന പോലെയാണ് ഈ വണ്ടി കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ഇതിലേക്ക് വരാനാണെങ്കിൽ ഇതിപ്പോൾ സെക്കൻഡ് ഓണറാണ്. 32 വണ്ടി ഓടിയിട്ടുള്ളൂ. അതെ അതെ. ഇതിൽ KL വണ്ടി യൂഷ്വലി കേരളത്തിലില്ല കൊടുക്കാൻ. ഐ മീൻ പ്രീ ഓൺഡ് ആയിട്ടുള്ള വണ്ടികൾ കൊടുക്കാൻ ഇല്ല എന്ന് തന്നെ പറയാം. അതെ, ഇത് KL രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതിൽ തന്നെ നമ്മൾ 2.60 ചോദിക്കുന്നത്. ഓക്കെ, 1 CR എബോ ഉള്ള വണ്ടികൾ നമ്മൾ കാണിച്ചെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാറിലോട്ട് നമുക്ക് വരാം. മിനി കൂപ്പർ S അല്ലേ? അതെ, കൂപ്പർ S ആണ്. വിശേഷങ്ങളൊക്കെ എന്ന് പറയാം. S എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്പെസിഫിക് മോഡൽ എന്ന് പറയുന്നത് ഒരു 60th ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇതൊരു 10 to 15 കാർസ് അവർ ഇറക്കിയിട്ടുള്ളൂ. ആ വണ്ടിയിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വണ്ടികൾ എടുത്തുള്ളൂ. അതിൽ ഒരാളുടെ കയ്യിലിരിക്കുന്നത് മിസ്റ്റർ കുഞ്ചാക്കോ ബോബൻ്റെ കയ്യിലാണ്, ഫിലിം ആക്ടർ. അതെ അതെ, ചാക്കോച്ചിൻ്റെ കയ്യിലുള്ള ഒരു മോഡലാണ്.
ഇതിൽ അവരുടേതായ ലോഡിങ്സും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കളറാണ് ഒരു എക്സോട്ടിക് കളർ എന്ന് പറയുന്നത്. ലൈക്ക് ഇതിന് ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ എന്നാണ് ഈ കളറിന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര അട്രാക്റ്റീവ് ഈ കളർ. അതാണ് പ്രത്യേകത. പിന്നെ മൈലേജ് ലോ മൈലേജ് ആണ്, 20 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൽ തന്നെ 2019 മോഡൽ. ഇത് ചോദിക്കുന്ന വില എന്ന് പറയാൻ ലൈക്ക് 46 ആണ് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം ലോ കിലോമീറ്റേഴ്സ് ആയിട്ടുള്ള മിനി കൂപ്പർ ആണ് കിടക്കുന്നത്. ഇത് എസ് എന്നുള്ളത് JCWയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നവരുണ്ട്. ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇത് സ്റ്റോക്കാണ്. JCW കിടക്കുന്നുണ്ട്, കൺവേർട്ട് ചെയ്തത് വാൽവട്രോണിക് എക്സോസ്റ്റ് ഒക്കെ ഉള്ള. അതെ അതെ അതെ, നമുക്ക് പോവാം. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ ആളുകൾ എടുക്കുന്ന യാത്ര കോമൺ ആയിട്ടുള്ള കുറച്ച് വണ്ടികളൊന്ന് കാണിക്കാം. അടുത്തത് കൂടുതൽ ആളുകളും പോകുന്ന ഒരു BMW ആണ്, സീരീസ് 530 എന്ന് പറയുന്നത്. ഒത്തിരി കാണാം നമ്മുടെ റോഡിലാണെങ്കിലും. അല്ലാത്ത റയർ കാസ് പോലെ അല്ല, ഇഷ്ടംപോലെ അവൈലബിൾ. കാരണം കൂടുതൽ ആളുകൾക്ക് പറ്റുന്ന ഒരു വണ്ടിയാണ്, അതുകൊണ്ടായിരിക്കും ഇതിലോട്ട് ആളുകൾ ഒത്തിരി വരുന്നത്. ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റുകൾക്ക് പൊതുവെ BMW കുറച്ച് പ്രിയം, താല്പര്യം. ഡ്രൈവ് ചെയ്യാനുള്ള സുഖവും ആ ഒരു ഷോഫർ ഡ്രിവൺ അല്ല, അത് ഡ്രൈവേഴ്സ് കാർ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇത് 5 സീരീസിൽ തന്നെ 530D എന്ന് പറഞ്ഞൊരു മോഡലാണ്. 3 ലിറ്റർ എഞ്ചിനാണ് അതിനകത്ത് വരുന്നത്. പെർഫോമൻസ് കാർ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഓൾമോസ്റ്റ് പെർഫോമൻസ് ഉണ്ട് വണ്ടിക്ക്. ഞാൻ പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. ഇതിന് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ കിടക്കുന്ന വണ്ടി ഇത് സിംഗിൾ ഓണറാണ്. ഓടിയിരിക്കുന്നത് 40,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. 53 lakhs ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. പിന്നെ ഇതിന്റെ പുതിയത് എടുക്കണമെന്നുണ്ടെങ്കിൽ 95 എത്ര വരും? 1 CR മേളിൽ പോകും. 1 CR പ്ലസ് മുകളിലായി ഇപ്പോൾ എൻ്റെ വില. 530യുടെ പ്രൈസ് ഓക്കെ, അത് 53 ആണ് ചോദിക്കുന്നത് അല്ലേ? 53 ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് വേറെ 530D അവൈലബിൾ ആയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ പുതിയ ഇയർ ആയിട്ടുള്ളതാണ്. നമ്മുടെ മെട്രിക്സ് LED പോട്ട് നമ്മുടെ ലേസർ ബീം ഒക്കെ വരുന്ന വണ്ടിയുണ്ട്. അതിന് എത്രയാണ്? അതിന് ലൈക്ക് 67 ആണ്. 67 ആസ്കിങ്. പിന്നെ ഒരു XC40 കിടക്കുന്നു, വോൾവോ ആണ്. വോൾവോ XC40 കിടക്കുന്നു. അതും ഈ പറഞ്ഞ പോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. എല്ലാ ആ ഒരു SUV സെഗ്മെന്റിൽ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു കാറാണ് XC40. എൻ്റെ ഒരു ഇത്രയും കാലത്തെ അനുഭവം കൊണ്ടിട്ട് അതൊരു പ്രാക്ടിക്കലി നല്ല വെഹിക്കിൾ ആണ്. അത് സേഫസ്റ്റ് കാറാണ്. സീറ്റ് ബെൽറ്റ് കൊണ്ടുവന്നത് തന്നെ വോൾവോ ആണ്. പിന്നെ ഈ ഓട്ടോ ബ്രേക്കിംഗ്, ഓട്ടോ പാർക്കിംഗ് ഒക്കെ ഉൾപ്പെടെ ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് കയറി വരുന്നുണ്ട്. മറ്റുള്ള ആ ഒരു എൻട്രി ലെവൽ കാറുകളിൽ കിട്ടാത്ത എല്ലാ ഫീച്ചേഴ്സും XC40ക്ക് ഉണ്ടെന്നുള്ളതാണ്. 2022 അതിന് അണ്ടർ വാറണ്ടിയിൽ കിടക്കുന്ന വണ്ടിയാണ്. 2027 വരെ വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. അതിന് നമ്മൾക്ക് ചോദിക്കുന്ന നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 48 lakhs ആണ്. 2027 വരെ വാറണ്ടി ഉണ്ട്. വാറണ്ടിയുള്ള പുതിയ വണ്ടി എടുക്കുന്നത് പോലെ തന്നെ എടുക്കാം. കിലോമീറ്റർ ജസ്റ്റ് 20,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഓക്കെ. ഇത് നമുക്ക് കുറച്ച് SUVസിനെ കാണിക്കാം, സെഡാൻസ് മാറ്റിയിട്ട്. ഇത്രയും വണ്ടികൾ കടന്നിട്ടും അവിടെ കിടക്കുന്ന മസിൽ കാസ് ഒക്കെ ഒഴിച്ച് അത് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഈ കിടക്കുന്നത്. നമ്മുടെ GLE 53 AMG ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ റയർ പീസ് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും വണ്ടികളുണ്ട്, എന്നാലും റയർ എന്ന് നമുക്ക് പറയാം. ബേസിക്കലി റയർ ആണ്. ഈ ഒരു സെഗ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർലി സ്പോർട്സ് ആണ്. സ്പോർട്സ് സെഗ്മെന്റ് എന്ന് നമുക്ക് വിളിക്കാം. അത്യാവശ്യം നല്ല പവർ റേഞ്ചിലുള്ള വണ്ടിയാണ്. അതുപോലെ പ്ലസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് മൈൽഡ് ഹൈബ്രിഡും കൂടിയാണ്. മൈൽഡ് ഹൈബ്രിഡും കൂടിയാണ് വണ്ടി. അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻസി കാണും. ഭയങ്കരമായിട്ടില്ലെങ്കിലും ഇറ്റ്സ് ദെയർ. മൈൽഡ് ആണ്, സ്ട്രോങ് അല്ല, പറഞ്ഞാലും മൈൽഡ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഓടിച്ച് നടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ലൈക്ക് സ്പേസും ഉണ്ട്, എന്നാൽ 4 വീൽ ഡ്രൈവും ആണ്. ഫോർമാറ്റിക് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറുള്ള വണ്ടിയാണ്. ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ട്, ഇല്ലയെന്നല്ല. ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയും എന്നാൽ പറഞ്ഞ സ്പോർട്സിൻ്റെ ഒരു രീതിക്കും കൊണ്ട് നടക്കാം. സ്പോർട്സിനാണ് അത് മെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതെ, എൻ്റെ ഷേപ്പ് തന്നെ ഒരു യുണീക്ക് ഷേപ്പാണ്. അതിൽ എയർമാറ്റിക് സസ്പെൻഷനും വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ക്ലസ്റ്റേഴ്സ് എല്ലാം പണ്ട് ഇതിൻ്റെ പേര് 53 MG എന്നായിരുന്നു. ഒരു 2018-19 വരെ 20 ഇതിൻ്റെ പേര് മാറ്റി 53 എന്നായി. നേരത്തെ 43 ആയിരുന്നു, സോറി തെറ്റിപ്പോയി. 43 എന്നുള്ളത് പിന്നെയുള്ളത് 53 എന്നായി. കറക്റ്റ് X6 ആയിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, അത് മെർസിഡീസ് അവിടെ ഇരിക്കുന്നു. എൻ്റെ ലോഗോയുടെ ഒരു വലുപ്പമൊക്കെ കണ്ടില്ലേ നമ്മുടെ. അതെ, ഇതിൻ്റെ ഇനി ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയാൻ ലൈക്ക് ഇതിന് വരുന്നത് ലൈക്ക് 44,000 കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയിരിക്കുന്നത്.
അതിൽ തന്നെ വണ്ടിക്ക് ഇനി വേണമെങ്കിൽ വാറണ്ടി എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഓപ്ഷണലാണ്. അതെ. ഇതിൽ കിടക്കുന്ന വണ്ടിക്ക് ഇപ്പോൾ ഇതിപ്പോൾ സിംഗിൾ ഓണറാണ്. ഇതിന് ചോദിക്കുന്നത് 1.25 ആണ്. 1.25 സ്കിൽ വാല്യൂ ഉള്ള വണ്ടിയാണ്, വാല്യൂ ഫോർ മണിയാണ്. 2019 മോഡൽ അല്ലേ? 2020 മോഡൽ. മോഡൽ. ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് റേഞ്ച് റോവറിലോട്ടൊന്ന് പോകാം. നമ്മുടെ അതെ 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 ഇതിപ്പോൾ നമ്മളുടെ ആണെന്ന് തന്നെ പറയാം. ഇത് റേഞ്ച് റോവർ സ്പോർട്ട് 3 ലിറ്റർ ആണ്. 2 ലിറ്ററും ഉണ്ട്, 3 ലിറ്ററും ഉണ്ട്. അതിൽ 3 ലിറ്ററിലാണ് ആക്ച്വൽ പവർ നമുക്ക് എന്താണെന്നുള്ളത് ഫീൽ ചെയ്യുന്നത്. ആ ഡ്രൈവിംഗ് ഫീൽ കിട്ടണമെങ്കിൽ 3 ലിറ്റർ തന്നെ ഓടിക്കണം. ഇപ്പോൾ പല മൂവി സ്റ്റാർസും ഇപ്പോൾ ഈ സ്പോർട്ടിലേക്കും വോഗിലേക്കൊക്കെ ഓൾമോസ്റ്റ് റേഞ്ച് റോവറിന് ഇപ്പോൾ ഒരു വേറൊരു ലീഗാണ് ആക്ച്വലി. ഇതിപ്പോൾ ഈ വണ്ടി തന്നെ വെച്ചാൽ 3 ലിറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എയർമാറ്റിക് തന്നെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ വണ്ടിയുടെ വിലയെന്ന് പറയുന്നത് 1.8 ആണ്. 69 കിലോമീറ്റർ സിംഗിൾ ഓണർ. 2.5 പ്ലസ് വരും. മേളിലേക്ക് കയറാനേ പിന്നെ സാധ്യതയുള്ളൂ. ഇനി നമ്മൾ X6 കൂപ്പേ ആണെങ്കിൽ X7 കുറച്ചുകൂടെ ലക്ഷറി SUV എന്നുള്ളൊരു, അത് കുറച്ചുകൂടെ മറ്റേത് കുറച്ചുകൂടെ നമ്മൾ സ്പോർട്ടിയാണ്. ഇത് കുറച്ചുകൂടെ ഒരു ബിസിനസ് ക്ലാസ് ഞാൻ പറയുന്നില്ല, എന്നാലും യാത്രാ സൗകര്യം വളരെ കൂടുതലുള്ള വണ്ടിയാണ്. നമ്മുടെ GLS ആയിട്ടാണ് ഇതിന്റെ കമ്പാരിസൺ വരുന്നത്. Q7, Audi Q7, GLS, മെർസിഡീസിന്റെ GLS, BMW X7, ഇങ്ങനെയാണ് ഒരു കമ്പാരിസൺ വരുന്നത്. ഇതിൽ തന്നെ ഇത് 6 സീറ്റർ ആണ്. 2 സീറ്റ്സ് വരുന്ന പൈലറ്റ് സീറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. 3 ലിറ്റർ തന്നെ എയർമാറ്റിക് സസ്പെൻഷൻ കയറി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ യാത്രാസുഖം ഉള്ള വണ്ടിയാണ്. ഇത് ഓടിയിരിക്കുന്നത് 40,000 കിലോമീറ്റേഴ്സ്. അതിനകത്ത് തന്നെ സിംഗിൾ ഓണറാണ്. അത് മറ്റൊരു പ്രത്യേകത. 2021 ആണ്, 21 വണ്ടിയാണ്. വില ചോദിക്കുന്നത് 1.19 ആണ്. അപ്പം ഡ്രൈവേഴ്സ് കാർ എന്നുള്ളതിലുപരി യാത്രാസുഖം കൂടെ ഉള്ളതാണ്. അതെ അതെ അതെ. ഓക്കെ, ഇനിയും കുറച്ച് സ്പെഷ്യൽ കാർസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അധികം കാണാൻ കിട്ടാത്ത കുറച്ച് റയർ എക്സോട്ടിക് കാർസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ G63 G വാഗൻ AMG ആണ്. വൈറ്റ് കളറിലുള്ള കിടിലൻ ലുക്ക് ആയിരിക്കും. ഇതൊക്കെ റോഡിൽ ഓടിപ്പോകുന്ന കാണാൻ തന്നെ ഒരു പ്രൗഡിയാണ് അല്ലേ? പല കൺട്രീസിൽ നോക്കിയാൽ അവിടുത്തെ രാജാക്കന്മാരുൾപ്പെടെ നമ്മുടെ റൂളിംഗ് ഫാമിലീസിൽ എല്ലാവർക്കും കാണും ഈ വണ്ടി. അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു മെർസിഡീസ് ആണ്. അപ്പം ഇതിന്റെ കുറച്ച് പ്രത്യേകതകൾ, ഇത് AMG ആണ് വരുന്നത്. അതുപോലെ തന്നെ AMG ആണ്, ലൈക്ക് അത് ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇതിൻ്റെ എസ്പെഷ്യലി ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി എന്ന് വെച്ചാൽ ഞാൻ കണ്ടിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രെങ്ത് ആണ്, ബോഡി സ്ട്രെങ്ത്. വേറെ ഒരു വണ്ടിക്കും ഇല്ലാത്ത ബോഡി സ്ട്രെങ്ത് ആണ് G വാഗണിനുള്ളത്. ബിക്കോസ് അത് ഒരു സ്പെഷ്യൽ മേക്കാണ് അത്. കാരണം മെർസിഡീസിൻ്റെ പ്ലാന്റിലല്ല ഇവരിത് ഉണ്ടാക്കുന്നത്. ഐ മീൻ അവരുടേതായ മറ്റൊരു പ്ലാന്റിൽ ഉണ്ടാക്കിയിട്ട്, മീൻസ് എക്സോട്ടിക് ആയിട്ട് G വാഗൺസ് മാത്രം ഉണ്ടാക്കുന്ന പ്ലാന്റുകളുണ്ട്. അതിൽ മാത്രമേ ഇവർ ഇത് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അത്രയും അവർ സെലക്റ്റീവായിട്ട് വണ്ടി എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് ടെസ്റ്റുകൾ അത്രയും ചെയ്തിട്ടാണ് അവരൊരു വണ്ടി ഇറക്കുന്നത്. അതെ, അതുകൊണ്ട് അതിന് ഇത്രയും റിലയബിലിറ്റി വരാനുള്ള കാരണം, മറ്റൊരു കാരണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഐക്കോണിക് കാറാണ് ദുബായ് ഷെയ്ഖ്. അദ്ദേഹം യൂസ് ചെയ്തത് കൊണ്ടിട്ടാണ് ഈ വണ്ടിക്ക് പിന്നെയും കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കിട്ടിയത്. പിന്നെ ഇതിന്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫീൽ കിട്ടുന്ന വണ്ടിയാണ്. അതെ 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 അതെ. നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു സൗണ്ട് ഒന്ന് കേട്ടാലോ? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം. കീ ഒക്കെ ഇടുന്നുണ്ടല്ലേ? കീ മറ്റേ നോർമലി പോലെയല്ല. ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് പ്രസ് ചെയ്തപ്പോൾ എക്സോസ്റ്റ് നോട്ട് വേറെ രീതി ചേഞ്ച് ആയിട്ടുണ്ട്.
നമ്മൾ ചെറുതായിട്ടൊന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് എങ്ങനെ കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വീഡിയോയിൽ എങ്ങനെ ഇത് വരുന്നു നമുക്കറിയത്തില്ല. ഓ രക്ഷയില്ല. ഓക്കെ, നമുക്കത് അത് കീല് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സോസിൻ്റെ നോട്ട് മാറി. അപ്പം ഇതാണ് നമ്മുടെ ജി വാഗൻ്റെ എക്സോസ് നോട്ട്. അപ്പം ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ നമുക്കൊന്ന് ചോദിക്കാം. കേട്ടില്ലേ എങ്ങനെയുണ്ട്? ഇതിൻ്റെ ഇന്നോടെക്കിൻ്റെ എക്സോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത എക്സോസിൻ്റെ 2 സൈഡിൽ 3 പൈപ്പ് വെച്ച്. അതെ അതെ അതെ, അതാണ് ആ ഒരു ബ്രീത്ത്. ഇതിന് ബാക്കിയുള്ള വണ്ടികളെക്കാളും റോറിംഗ് സൗണ്ട് വളരെ കൂടുതലാണ്. ഇതൊക്കെ റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും. ഓക്കെ, അപ്പം ഇത് ഏത് ഇയർ ആണ്? 2015 ആണ്. ഓക്കെ, 15 ആണ്. അതിൽ തന്നെ ഓടിയിരിക്കുന്നത് 45,000 കിലോമീറ്റർ. 3rd ഓണർഷിപ്പാണ്. ഓക്കെ, അതുപോലെ തന്നെ 1.45 എഴുതും. കാരണം ഒരു കാര്യം പറയാൻ പറ്റുമോ, കാരണം ഈ വണ്ടികൾക്ക് ഐ മീൻ എസ്പെഷ്യലി ജി വാഗൺ, നമ്മുടെ ലാൻഡ് ക്രൂയിസർ എന്ന് പറഞ്ഞ മോഡലുകൾക്ക് വില ഇടിയിൽ വളരെ കുറവാണ്. അതിന് ഒരു വില എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എപ്പോഴും നിൽക്കും. കാരണം അവൈലബിലിറ്റി വളരെ കുറവാണ്. ഒരു വണ്ടി എടുത്താൽ, പുതിയത് വണ്ടി എടുത്താൽ പോലും ഒരുപാട് നാളുകൾ പിടിക്കും നമുക്ക് കൈ കിട്ടാൻ. നിയർലി 1 year പ്ലസ് നമുക്ക് തന്നെ പിടിക്കും. നിയർലി അപ് ടു 2 year വരെ പോകാം. അതാണ് ഇതിന്റെ ഒരു വില ഇടിയാതിരിക്കാനുള്ള കാരണം. പഴകും തോറും വീര്യം കൂടുകയെന്ന് പറയുന്നത്. അതെ, അതുപോലെ ഇതാണ്. കാരണം എടുത്തിട്ട് കുറച്ച് നാൾ കീപ്പ് ചെയ്തിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ തീർച്ചയായും 1.4 CR-ന് 1.45 crores ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. ഇനി അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ മസിൽമാൻ്റെ അടുത്തോട്ടൊന്ന് പോവാം. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു മസിൽ കാർ എന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു അല്ലേ? നമ്മുടെ 5 ലിറ്റർ ഫോർഡ് മസ്താങ്. കൂട്ടത്തിലെ ജിമ്മനാണ്. അമേരിക്കൻ മസ്കുലർ കാറാണ്. ലൈക്ക് എല്ലാവർക്കും അറിയാം, മസ്താങ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ US സ്പെക്ക് അനുസരിച്ച് അവർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി യൂസ് കാർ എന്നാണ് പറയുന്നത്. നമുക്കിത് സ്പോർട്സ് കാറാണ്. ഈവൻ ദോ സ്പോർട്സ് കാർ ആണത്, പക്ഷേ അത് അവർ ഡെയിലി യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു ഫാമിലിക്ക് വേണ്ടിയാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫാദർ, മദർ, 2 കുട്ടികൾ എന്നുള്ള രീതിയിലാണ് അവർ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവുള്ള സ്പോർട്സ് കാറാണ് മസ്താങ്. വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. നിയർലി വളരെ കുറച്ച് എമൗണ്ടേ ആവുന്നുള്ളൂ എന്നുള്ളതാണ്. മീൻസ് എക്സോട്ടിക് ആണ്, എന്നാൽ പോലും ബിലോ 50,000 അത്ര താഴേലൊക്കെ വരുള്ളൂ. അതെ, ഇത് വണ്ടി ഓടിയിരിക്കുന്നത് പറഞ്ഞ പോലെ 5 ലിറ്റർ ആണ്. പറയാൻ വിട്ടുപോയി, V8 ആണ്. അതെ. മറ്റൊരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സിംഗിൾ ഓണറാണ് വണ്ടി. അതുപോലെ തന്നെ വില 77 ആണ്. ഇപ്പൊ ആക്ച്വലി വണ്ടി ബുക്ക്ഡ് ആണ്. ബുക്കിംഗിലായി, ബുക്ക്ഡ് ആയ വണ്ടിയാണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ തന്നെ. ഇത് പഞ്ചാബ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ ചിലവർ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുക, നമ്മൾ അതായത് കേരളയിലേക്ക് മാറ്റി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി അടുത്തത് കിടക്കുന്നത് നമ്മുടെ മെർസിഡീസിന്റെ SLC ആണ് കിടക്കുന്നത്. അതും റെയർ ഓഫ് ദ റെയറസ്റ്റ് ആണ്. ഇത് നമ്മളുടെ Z4 ഒക്കെ ആയിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാവുന്ന വണ്ടിയാണ്. ഏകദേശം ഷേപ്പ് നോക്കിയാൽ അതുപോലെയൊക്കെയാണ്. അതെ, ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ BHP പെർഫോമൻസ് ഇതിന് കൂടുതലാണ്. AMG ആണ്. 3 ലിറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹാർഡ് ടോപ്പ്, അതായത് സോഫ്റ്റ് ടോപ്പും ഉണ്ട്, ഹാർഡ് ടോപ്പും ഉണ്ട്. ഇതിന്റെ ഹാർഡ് ടോപ്പ് ആണ്. അതെ അതെ, അത്യാവശ്യം പെർഫോമൻസ് ഉള്ള കാറാണ്. ഇത് സെക്കൻഡ് ഓണർ. ഇതിപ്പോ KL രജിസ്ട്രേഷൻ ആണ്. ഇത് ചോദിക്കുന്നത് 70 lakhs ആണ്. 70 ലക്ഷമാണ് ചോദിക്കുന്നത്. ആകെ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. വളരെ കുറച്ച്. ഇതിന് 70 lakhs, ഇതിന് 77 lakhs. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ, ഒരു കുറച്ച് പൈസ തരികയാണെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഇതിലെ താഴെ കമന്റ് ബിലോ. ഓക്കെ, നമുക്കൊരു മിനി കൂപ്പർ JCW ആണെങ്കിൽ, JCW ആണോ ഇത്? ഇത് കൂപ്പർ S ആണ്. JCW കിറ്റ് ഉള്ള വണ്ടിയാണ്. കിറ്റ് ആഡ് ഓൺ ആയതാണ്. അതുപോലെ തന്നെ പറഞ്ഞ പോലെ നമ്മളൊരു ലേഡീസിന്റെ ഒക്കെ ഇഷ്ടവാഹനമാണ്. ലേഡീസാണ് കൂടുതൽ. അങ്ങനെ യൂണിസെക്സ് കാറാണ് എങ്കിൽ പോലും ലേഡീസിന് പൊതുവെ വളരെ ഇഷ്ടമുള്ള വണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു JCW-ന്റെ. വാൽവട്രോണിക് എക്സോസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര പവറും. ഇത് വാൽവട്രോണിക് ഉള്ളതാണ്, ചെയ്തതാണ്. അതെ അതെ. ഇപ്പൊ വണ്ടി 2 ലിറ്റർ എഞ്ചിനിൽ വരുന്ന വണ്ടിയാണ്. ഇതിന്
ഓടിയിരിക്കുന്നത് നിയർലി ഒരു 38,000 കിലോമീറ്റേഴ്സ് ഇത് ഓടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് ഓണർ, എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, നമ്മളുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 32 ആണ്. 32 lakhs. നല്ലൊരു ഡീലാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇത് വണ്ടി കാണുമ്പോൾ ചെറിയ വണ്ടിയാണ്, ഇത്രയും പവർ ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിന്റെ പവർ. കാരണം അത്ര വെയിറ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ട് ഗ്രൗണ്ടഡ് ആണ്. അതെ, സ്റ്റെബിലിറ്റി ഭയങ്കരമാണ് അവരുടെ, എടുത്തു പറയേണ്ടതാണ്. കാരണം മറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ട്രാക്ഷൻ ഒക്കെ, അവരുടെ ട്രാക്ഷൻ കൺട്രോൾ എല്ലാം എടുത്തു പറയേണ്ട ഫീച്ചറാണ്. BMW ആണ് ഇപ്പോൾ ഇവർ ഓൺ ചെയ്യുന്നതെങ്കിലും അവരുടെ ആ ഒരു DNA എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവർ. കില്ല ഓപ്ഷനാണ്. അങ്ങനെ ഒരുപാട് വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. ഒരുപാടെന്നല്ല, ഒരുമാതിരി കുറെ വണ്ടികളുണ്ട് ഇവിടെ ഒത്തിരി. അതായത് അതുപോലെ ഫിൽട്ടർ ചെയ്താണെന്ന് തോന്നുന്നു ഞങ്ങൾ കുറച്ച് വണ്ടികൾ ഇവിടെ എടുക്കുകയുള്ളൂ. എടുക്കുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ കുറഞ്ഞ കിലോമീറ്റർ നല്ല വണ്ടികൾ. ഒരു 2000 മാക്സിമം 15 വരെ ഞങ്ങൾ അധികം പോവാറില്ല. എങ്കിൽ അത്ര നല്ല വണ്ടിയാണെങ്കിലും ഞങ്ങൾ എടുക്കുള്ളൂ. 2015 മാക്സിമം ആണ്. മീൻസ് അത് അത്ര ഇപ്പം ഇതിപ്പോൾ നമ്മൾക്ക് ഈ കാണുന്ന മിനി കൂപ്പർ ഇപ്പോൾ 2015 ആണ്. പക്ഷെ അതിന്റെ അവൈലബിലിറ്റി കുറവും ഈ പറഞ്ഞ പോലെ കുറച്ച് കിലോമീറ്റർ ആയതുകൊണ്ടിട്ടുമാണ് ആ വണ്ടി എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അത് എടുക്കുന്നതല്ല. മാക്സിമം ഒരു 17-18 വരെ പോകുള്ളൂ ഞങ്ങൾ. കൂടുതൽ കിടക്കുന്നത് 20 above ആളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അതെ അതെ അതെ. ഇവിടെ നമ്മുടെ മാനേജ്മെന്റ് അത് നിർബന്ധമുള്ള കാര്യമാണ്. ഈ അധികം വണ്ടി എടുത്തു കൂട്ടുന്നതിന് നല്ല വണ്ടികൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനാഗ്രേഷൻ ഒക്കെ വരുന്നു. അതെ, തീർച്ചയായും കുറെ കളക്ഷൻസ് വീണ്ടും വരും, ഇനിയും വരാനുണ്ട്. അപ്പോൾ ഹെർമൻ മോട്ടോഴ്സ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ്സ് എല്ലാം ഇടാറുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തേക്കാം. അപ്പം താങ്ക് യു നിർമ്മൽ ബ്രോ. നമുക്ക് കുറേ വണ്ടികൾ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റി, നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ പറ്റി. കുറേ പേർക്ക് ഇപ്പം ചിലർക്ക് വാങ്ങാൻ പറ്റില്ല എങ്കിലും ഇതൊക്കെ കാണുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാനും പണ്ട് തൊട്ടേ കാണുന്നതാണ് ഈ സൂപ്പർ കാർസിന്റെ ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് പൊതുവെ ഒരു ആഗ്രഹമാണല്ലോ. ആഗ്രഹത്തിൽ നിന്നാണ് പിന്നീട് എടുക്കാൻ പ്രചോദനം ഉണ്ടായിരിക്കുന്നത്. 6 മാസം മുന്നേ വന്ന കസ്റ്റമേഴ്സൊക്കെ പിന്നീട് ആഗ്രഹം കൊണ്ടുവന്നവർ എടുത്തവരുണ്ട്. പിന്നീട് BMW X1 അതായത് എൻട്രി ലെവൽ കാർസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആഗ്രഹത്തിന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. എടുക്കാൻ പറ്റും. ഇതൊന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ആഗ്രഹം, അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാനുള്ള വഴി നോക്കും. ഓക്കെ, എനിവേസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള എക്സോട്ടിക് കാർസിൻ്റെയും പുതിയ കാർസിൻ്റെ ഒക്കെ റിവ്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് വരാറുണ്ട്. ട്രാവൽ എക്സ്പീരിയൻസസ് ആയിട്ട് നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്തേക്കുക. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്നും ഇതിലേത് നിങ്ങൾ ചൂസ് ചെയ്യുമെന്നും താഴെ കമൻറ്റും ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.